സർ, ടി ജി മോഹൻദാസിന് ഇന്നലെ ജാമ്യം കിട്ടി. ടി ജി മോഹൻദാസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് വന്നിരുന്നു, മാധ്യമങ്ങളടക്കം. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അപ്പം അദ്ദേഹത്തിന് ഇപ്പം ജാമ്യം കിട്ടുകയും ചെയ്തു. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇത് പോലീസിന്റെ ഒരു വീഴ്ചയാണ്. കാര്യം എന്താണ് റിമാൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാണ് ഇപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ചുരുക്കത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹം ഒരു ക്രിമിനലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സാർ ഇതിന്റെ കൂടുതൽ വസ്തുത? ശരിയായ ഒരു നിരീക്ഷണമാണ്. കാരണം ടി ജി മോഹൻദാസ് ഒരു വലിയ ക്രിമിനൽ, ഒരു വലിയ കുഴപ്പക്കാരൻ. ടി ജി മോഹൻദാസിനെതിരെ കേസ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ യൂട്യൂബിൽ പറഞ്ഞ പരാമർശത്തിനെതിരെ കേസെടുത്തിട്ട് ടി ജി മോഹൻദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഏഷ്യാനെറ്റാണ് ഏറ്റവും മുമ്പിൽ നിന്നിട്ടുള്ളത്. പിന്നെ മനോരമയായാലും മാതൃഭൂമിയായാലും റിപ്പോർട്ടറായാലും ഒരു ചാനലും അതിന് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പം നിയമം നടപ്പായല്ലോ. അപ്പം അന്ന് രാത്രിയിൽ 71 വയസ്സുകാരനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയം തൊട്ട് നമ്മൾ മാധ്യമങ്ങളുടെ ഒരു കൂട്ടം, ഒരു പട കണ്ടതാണല്ലോ. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ ഇന്നലെ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് ക്ലബിൽ അല്ലെങ്കിൽ പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇരുത്തിയെന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ, ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ, ഞങ്ങൾ ഇന്നലെ 1:30 തൊട്ട് ഇവിടെ നിൽക്കുക, ടി ജിയെ നോക്കി നിൽക്കുക. എന്ന് വെച്ചാൽ ടി ജി ഏതാണ്ട് IS തീവ്രവാദിയാണല്ലോ. ഇറങ്ങി വന്നിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വലിയ. അപ്പൊ അവിടെ നിൽക്കുകയാണ് മാധ്യമങ്ങൾ. അപ്പം അതിനുശേഷം ഇദ്ദേഹത്തെ കോടതിയിൽ അതിന്റെ കൂടെ പുള്ളിയെ ചേസ് ചെയ്യുന്നു, കോടതിയിൽ പോകുന്നു, കോടതിയിൽ നിന്ന് വാദം കേൾക്കുന്നു. വാദം കേട്ടതിന് ശേഷം ടി ജി മോഹൻദാസിന് ജാമ്യം കിട്ടും. പിന്നെ മാധ്യമങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ക്രിമിനലിനെ പോലീസ് സംരക്ഷിച്ചു. പോലീസിന്റെ വീഴ്ച കൊണ്ടാണ് ടി ജി മോഹൻദാസിന് ജാമ്യം കിട്ടിയത്. അപ്പം ടി ജി മോഹൻദാസ് നേരത്തെയും കുറ്റക്കാരൻ, കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതിന് ശേഷവും കുറ്റക്കാരൻ. മനസ്സിലായോ? ആ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഈ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതായത് ഇതിന്റെ പുറകിൽ കോടികളുടെ ഇടപാടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഈ മാധ്യമങ്ങൾ ഇത്രയും ചെറിയൊരു കാര്യം ഇത്രയും ബൂസ്റ്റ് ചെയ്ത് ആ ഒരു കൃത്യമായ അജണ്ടയ്ക്ക് പുറകിൽ പോകുമ്പോൾ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവർ പോകുമ്പോൾ, ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് വിചാരിച്ചാൽ തെറ്റി പറയാനൊന്നുമില്ലല്ലോ. ഈ സമാനമായിട്ടുള്ള അപ്പം ഇപ്പൊ ഇന്നലെ ജാമ്യം കൊടുത്തതിനകത്ത് ഇവർ പറയുന്ന വീഴ്ചകളെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വീഴ്ച എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ലംഘനം. 71 വയസ്സുകാരന് മുതിർന്നവരെന്നുള്ള പരിഗണന വേണം. നോട്ടീസ് നൽകിയിട്ടില്ല. പിന്നെ SDPI-കാരൻ കൊടുത്തിട്ടുള്ള കേസിനകത്ത് അയാളെ ബാധിക്കുന്ന ഒരു വിഷയം ടി ജി മോഹൻദാസ് പറഞ്ഞിട്ടില്ല. സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും അതിന്റെ പേരിൽ പരാതിപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു വെച്ചിട്ട് കോടതി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന കേസ് കൊടുത്തതിന് ശേഷം 11 ദിവസവും അവൈലബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന മനുഷ്യൻ, കുറ്റവാളിയല്ലാത്ത ഒരു മനുഷ്യൻ, നോട്ടീസ് കൊടുത്താൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനെ അർദ്ധരാത്രിയിൽ ചെന്ന് വലിയ ഒരു വാർത്തയാക്കി അദ്ദേഹത്തെ പിടിക്കുന്നതിന്റെ പുറകിൽ നമ്മൾ വിചാരിക്കുന്ന പോലീസിന്റെ അജണ്ട അല്ലത്. പോലീസിന്റെ അജണ്ടയല്ല. അയാളെ അങ്ങനെ പിടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ക്രിമിനലിനെ പിടിക്കുന്നത് കണ്ടോ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കൃത്യമായ പോലീസിന് ഡയറക്ഷൻ കൊടുത്തിട്ട് അതിന്റെ ഉണ്ട്. കാരണം ആ പോലീസിന് അറിയാമല്ലോ എങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഇങ്ങനെ തന്നെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാലല്ലേ മാധ്യമങ്ങൾക്കുള്ളിൽ ഒരു വാർത്തയാവത്തുള്ളൂ. അപ്പൊ ടി ജി മോഹൻദാസിനെ ഇങ്ങനെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ആ താല്പര്യപ്പെടുന്നവർ, അവരുടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു ആനുകൂല്യം പ്രതീക്ഷിക്കുന്ന ആരോ ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ ഈ സാമൂഹ്യ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്ന സാഹിത്യം, അങ്ങനെ മറ്റു പല ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരും ഒക്കെ ഇതിന്റെ കൂടെ നിൽക്കുകയല്ലേ. നമ്മൾ നോക്കുമ്പോൾ അവര് പറയുന്നതും ഇവര് പറയുന്നതും ഒക്കെ ശരി. എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യത്തെ പറ്റി ആലോചിക്കണ്ടേ? ഇന്നലെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അവിടെ ഉണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞെന്നാ പറയുന്നേ. അവിടെ പ്ലക്കാർഡ് ഉയർത്തി നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടേ. ഫക്ക് മീ പ്രൈം മിനിസ്റ്റർ, അതായത് പ്രധാനമന്ത്രിയുടെ, അവരെ നമ്മൾ എന്തോ ഈ പറഞ്ഞതും അതും തമ്മിൽ നമ്മൾ കണ്ടതല്ലേ മാധ്യമത്തിൽ കൂടെ? ആണോ? ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിക്ക് ചുംബനം കൊടുക്കുന്ന പടവും ഞങ്ങളുടെ ആഗ്രഹം എന്തുകൊണ്ട് പ്രധാനമന്ത്രി സാധിച്ചു തരുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തെ പോസ്റ്ററുകൾ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടതാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ ഇതുപോലെ സമാനമായ വാർത്തകൾ പറഞ്ഞ എത്രയോ പേരുണ്ട്.
എം മണി പറഞ്ഞില്ലേ അവിടുത്തെ തോട്ടം തൊഴിലാളികൾ, ആ തോട്ടം തൊഴിലാളിക്കകത്ത് ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് മറ്റേ പണിയാണ്. നേരത്തെ ഡിവൈഎഫ്ഐക്കാരൻ ഇന്നലെ ഇവിടെ കരിങ്കൊടി കാണിച്ചു, SFIക്കാരൻ ഒരു കരിങ്കൊടിയും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ BJPക്ക് വോട്ട് ചെയ്തവരെ വെടിവെച്ച് കൊല്ലണമെന്ന് ദീപാ നിശാന്ത് പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിലും ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവരുത്, എവിടെ കേസെടുത്തു? അതുപോലെ മീശ ഹാരിഷ് എന്ന് പറഞ്ഞു ഇവിടുത്തെ ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ അന്ന് പീരീഡ്സ് അല്ലെന്ന് കാണിക്കുന്നതിനും അവർക്ക് സെക്സിന് താല്പര്യമുണ്ടെന്ന് പൂജാരിയെ അറിയിക്കുന്നതിനും നാട്ടുകാരെ അറിയിക്കുന്നതിനും വേണ്ടി ആണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അതായത് എന്ത് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒരു നടപടി എടുക്കാതെ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഇപ്പോഴത്തെ ഈ മന്ത്രിമാരുൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുൾപ്പെടെ CPM ഉൾപ്പെടെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊന്നും കേസില്ലായിരുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, TG മോഹൻദാസ് പറഞ്ഞതൊരു സത്യം. അതായത് ഇവിടെ നടന്ന ഈ രാജ്യത്ത് നടക്കുന്ന ചില നഗ്ന സത്യങ്ങൾ ഉറക്ക വിളിച്ചു പറഞ്ഞു. മാത്രവുമല്ല ചിലർ ഒളിപ്പിച്ചു കടത്തുന്ന മതേതരത്വം അല്ലെങ്കിൽ മറ്റു പലതും അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളിലും മറ്റു പലതിലും ഒക്കെ പൊളിച്ചു കാണിക്കപ്പെടുന്നു. ആർക്കും ഉത്തരം മുട്ടുന്ന രീതിയിൽ പലയിടത്തും അദ്ദേഹം ഈ ചാറ്റുളി പോലെ ചാനലുകളിലും മറ്റും ഒക്കെ സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരാൾ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനത്തെ ഒരാൾ ഇത്തരത്തിൽ പരസ്യമായിട്ട് ഉണ്ടായാൽ അതെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇവിടെ പലർക്കും, അതായത് ഇസ്ലാമിസ്റ്റുകൾ, ഇപ്പൊ SDPIക്കാരൻ അല്ലെങ്കിൽ PFIക്കാരൻ കേസ് കൊടുക്കണമെങ്കിൽ അവനകത്ത് TG മോഹൻദാസിനോടുള്ള വൈരാഗ്യം അറിയാമല്ലോ. അപ്പൊ അവന്മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പൊളിച്ച് വെളിയിൽ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ വെളിയിൽ കാണിക്കുന്നതിന് വേണ്ടി ഈ ഏറ്റവും അവസാനം പറഞ്ഞാൽ CJP സമരം എന്ന് പറഞ്ഞ് ഒരു സമരം ഇവിടെ നടന്നത് ആ സമരത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുന്ന മുദ്രാവാക്യമല്ല അല്ലെങ്കിൽ ആ ഉദ്ദേശമല്ല, അതിന്റെ പുറകിൽ കൂടിയിരിക്കുന്നത് ഈ സാമൂഹ്യ വിരുദ്ധരാണ്, ഇത്തരത്തിലുള്ള സ്ത്രീകളാണ് അല്ലെങ്കിൽ ഈ ആൾക്കാരാണ്, രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി കലാപം ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്നതാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യം അക്കം നിരത്തി തെളിവ് നിരത്തി വളരെ പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ അതിനകത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇതുപോലുള്ള സമരങ്ങൾക്ക് വെടിവെച്ചിട്ടില്ലേ? സന്യാസിമാരെ 66 വെടിവെച്ചില്ലേ? 128 സന്യാസിമാരാ മരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ആരാ? ഇന്ദിരാഗാന്ധിയാ വെടിവെച്ച്. അതെന്താ സമരമല്ലായിരുന്നു? അത് ഈ ഏറ്റവും അവസാനം കൂത്തുപറമ്പിൽ പുഷ്പൻ ഉണ്ടല്ലോ, ആ സമരത്തിന് പുഷ്പൻ അങ്ങനെ കടന്നു പോയത്? അന്ന് 5 പേരെ വെടിവെച്ചില്ലേ? അങ്ങനെ സമരം വയലൻസിലേക്ക് പോയ സമരത്തിനകത്ത് വെടിവെപ്പ് നടന്നിട്ടില്ലേ? പ്രശ്നങ്ങൾ നടന്നിട്ടില്ലേ? അപ്പൊ അങ്ങനെ അതിനുവേണ്ടി വെടിവെപ്പ് നടത്തിയിട്ടുള്ള ഭരണാധികാരി ഉണ്ടായിട്ടില്ലേ? ഇദ്ദേഹം ഭരണാധികാരിയല്ല. ഈ 71 ഈ 71 വയസ്സുകാരൻ ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവത്തില്ലെന്നുള്ള കാര്യം അയാൾക്കും അറിയാം, നമുക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ഭരണാധികാരിയാണെങ്കിൽ ആദ്യം അദ്ദേഹം സമാധാനത്തെ ഇവരുടെ അടുത്ത് പറയും. അതാ പൊതുവെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അന്നേരം പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും പിരിഞ്ഞു പോയില്ല, ഇതെല്ലാം കൂടെ പാർലമെന്റിലേക്ക് കയറാനും രാജ്യത്തെ നാട്ടുകാരെ കൊള്ളയടിക്കാനും അദ്ദേഹം പ്രക്ഷോഭം നടത്താനുമാണെങ്കിൽ വെടിവെക്കും. വെടിവെക്കുമ്പോൾ കുറെ ആൾക്കാർ മരിക്കും, കുറെ ആൾക്കാർക്ക് അംഗവൈകല്യം സംഭവിക്കും. അതിനുശേഷം നടക്കുന്ന പ്രക്രിയ പറഞ്ഞത്. പിന്നെ അവിടുത്തെ പെൺകുട്ടികളുടെ അവിടെ വരുന്ന ഈ സ്ത്രീ എന്നൊക്കെ പറയുന്ന വിദ്യാർത്ഥികളും പെൺകുട്ടികളും വേറെ ചില താല്പര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെ തിരിച്ചറിയണമെന്ന് പറയും. വിഷ്വൽസ് കാണുമ്പോൾ അന്ന് കണ്ടതല്ലേ അവിടെ എങ്ങനെയാ പെൺകുട്ടികളുടെ അടിവസ്ത്രം ഉണ്ടായത്? അവിടെ എങ്ങനെയാ കോണ്ടം, ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ കിടന്നത്? അവിടുത്തെ പ്ലക്കാർഡുകളിൽ എങ്ങനെയാണ് അശ്ലീലമായിട്ടുള്ള നഗ്നമായിട്ടുള്ള ഫോട്ടോകളും നരേന്ദ്രമോദിയെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള മോശമാക്കിയിട്ടുള്ള പ്ലക്കാർഡുകളും ഒക്കെ വന്നത്. അപ്പൊ ഇത് തുറന്നു കാണിച്ച ഒരാൾ അല്ലെങ്കിൽ അതിന്റെ പിറകിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇത് വായിക്കാതെ മറ്റു ചില താല്പര്യങ്ങൾക്കനുസരിച്ച് അയാളെ ഇതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ ചാനലുകളും മറ്റു പലരുമൊക്കെ രാവിലെ എഡിറ്റോറിയൽ ഉണ്ടാക്കുന്നതിന്റെ പിറകിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ മുമ്പേ കോടികളുണ്ട്, അതിന്റെ പിറകിൽ അജണ്ടയുണ്ട്, ഇന്നത് പറയണം, ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. അതായത് ഈ TG മോഹൻദാസിനെ പോലെയുള്ള ആൾക്കാർ ഏറ്റവും അവസാനം ഇന്ത്യയിലുടനീളം ഉണ്ടെങ്കിലും അത് ഏറ്റവും വലിയ വലുപ്പത്തിൽ കേരളത്തിലാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല. ദീപാ നിശാന്ത് പറഞ്ഞതുപോലെ BJPയോ രാജ്യസ്നേഹിയോ ഉണ്ടെങ്കിൽ അവരെ വെടിവെച്ച് കൊന്നാലും ആ രീതിയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകണ്ട എന്നുള്ള രീതിയിലുള്ള മാനസികാവസ്ഥയിലുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. അല്ലാതെ TG മോഹൻദാസിന് ജാമ്യം കിട്ടിയത് പോലീസിന്റെ വീഴ്ചയല്ല. TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് അത് വലിയ വലിപ്പത്തിലാക്കി അതൊരു വലിയ
സംഭവമാക്കി എല്ലാവരെയും കാണിച്ച് അയാളെ മോശമാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു അജണ്ടയായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ മാത്രം തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു. അല്ലാതെ പോലീസിന്റെ വീഴ്ചയല്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി പോലീസ് അയാളെ ഒന്ന് മോശമാക്കണം എന്നുള്ള രീതിയിൽ കോടതിയിൽ ചെന്നപ്പോൾ കോടതി നിയമപരമായിട്ട് പരിശോധിച്ചപ്പോൾ TG പറഞ്ഞതിനകത്തോ അല്ലെങ്കിൽ ഈ യൂട്യൂബിനകത്തോ ഒന്നും കാര്യമില്ല. മാത്രമല്ല TG ഒളിവിൽ പോയിട്ടില്ല. ഇതുവരെ അദ്ദേഹം ഇട്ട വീഡിയോ പിൻവലിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് നിഷേധിച്ചിട്ടില്ല. നിയമപരമായിട്ട് എല്ലാവർക്കും ഉള്ളതുപോലുള്ള സ്വാതന്ത്ര്യം വെച്ചാണ് അദ്ദേഹം കാര്യം പറഞ്ഞത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് സുപ്രീം കോടതിയുടെ ലംഘനമാണ്. നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താത്തത് അലക്ഷ്യമാണ്. അങ്ങനെ കോടതി നിരീക്ഷിച്ചപ്പോൾ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണെന്ന് തോന്നി കോടതി ജാമ്യം കൊടുത്തു. അല്ലാതെ പ്രോസിക്യൂഷനും പോലീസിനും ഒന്നും അബദ്ധം പറ്റിയെന്ന് വിചാരിക്കേണ്ടതില്ല. അബദ്ധമല്ല പറ്റിയത്, ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ. അദ്ദേഹത്തെ TG മോഹൻദാസ് എന്ന് പറയുന്ന ആൾ ഇപ്പോഴും കുഴപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായത് കൊണ്ടല്ല എന്ന് വരുത്തി തീർക്കാൻ തന്നെയാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്.